നമസ്കാരം. പ്രമുഖ യുക്തിവാദിയും വിമർശകനുമായ ഡോക്ടർ ആരിഫ് ഹുസൈന് വധഭീഷണി. തനിക്ക് വധഭീഷണി വന്ന വിവരം ആരിഫ് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടത്. എൻ്റെ ജീവൻ അപകടത്തിലാണ്, തലയെടുക്കുമെന്നാണ് ഭീഷണി ഇമെയിൽ വഴിയാണ് ലഭിച്ചത്. ആരിഫ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇമെയിൽ വഴി ഭീഷണി സന്ദേശം എത്തിയെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിലാണ് ഇമെയിലിലേക്ക് ഭീഷണി സന്ദേശം എത്തിയത്. സന്ദേശത്തിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. കേരള പോലീസിനെയും ദേശീയ അന്വേഷണ ഏജൻസിയെയും ടാഗ് ചെയ്ത് ആരിഫ് ഹുസൈൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമീനിയെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചാണ് വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. ശരിയ നിയമപ്രകാരം വധശിക്ഷ നടപ്പാക്കുമെന്നാണ് ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. സൈബർ ടീം വഴി ആരിഫ് ഹുസൈൻ്റെ കേരളത്തിലെ കൃത്യമായ അഡ്രസ്സ് കണ്ടെത്തിയതായി സന്ദേശത്തിൽ അവകാശപ്പെടുന്നു. കൊട്ടേഷൻ നടപ്പിലാക്കാൻ ആളുകൾ എത്തുമെന്നാണ് ഭീഷണി. ലക്നൗ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ വധഭീഷണി നടപ്പാക്കാനായി ഇതിനോടകം കേരളത്തിൽ എത്തിക്കഴിഞ്ഞുവെന്നും അവകാശപ്പെടുന്നു. അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് തലയറുത്ത് കൊല്ലുമെന്നും മുറിച്ചെടുത്ത തല പൊതുജനങ്ങൾക്ക് തുപ്പാനായി പരസ്യമായി പ്രദർശിപ്പിക്കുമെന്നുമാണ് ഭീഷണി സന്ദേശത്തിൽ പറയുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നത്. ഹുസൈൻ അലി എന്ന പേരിലുള്ള ഇമെയിൽ ഐഡിയിൽ നിന്നാണ് സന്ദേശം വന്നിരിക്കുന്നത്. അടുത്തിടെ ചാനൽ ചർച്ചകളിലൂടെ അടക്കം ആരിഫ് ഹുസൈൻ ഇറാനിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഖമീനിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ നടന്ന മോശമായ കാര്യങ്ങളെക്കുറിച്ച് ആരിഫ് ഹുസൈൻ വിമർശിച്ചിരുന്നു. ഇതിനിടയിലാണ് വധഭീഷണി എത്തിയിരിക്കുന്നത്. പലപ്പോഴും ആരിഫ് ഹുസൈൻ്റെ പരാമർശങ്ങൾ ഇസ്ലാം മത വിശ്വാസികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി വലിയ ചർച്ചയായത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പായിരുന്നു. തൻ്റെ മാതാവ് ഒരു ജിഹാദി ഉമ്മയായിരുന്നുവെന്നും മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ മരണം വരെ തന്നോട് സംസാരിച്ചിരുന്നില്ല എന്നും അദ്ദേഹം കുറിച്ചിരുന്നു. മരണവാർത്ത അറിയിച്ചുകൊണ്ട് ആരിഫ് കുറിച്ച വരികൾ സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾക്കും കാരണമായിരുന്നു. ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പോസ്റ്റ്. മരിച്ചുപോയ മാതാവിനെ അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും വിമർശനങ്ങളും അദ്ദേഹത്തിന് പിന്നീട് നേരിടേണ്ടി വന്നു. ഇസ്ലാമിക ആചാരമായ ബാങ്ക് വിളിയെ പരിഹസിക്കുന്ന തരത്തിൽ യൂട്യൂബ് വീഡിയോ പങ്കുവച്ചെന്ന് ആരോപിച്ച് അദ്ദേഹത്തിനെതിരെ മുമ്പ് ഹൈക്കോടതിയിൽ ഒരാൾ ഹർജി ഫയൽ ചെയ്തിരുന്നു. മതവിശ്വാസത്തെ അധിക്ഷേപിക്കുകയും വിദ്വേഷം പടർത്താൻ ശ്രമിപ്പിക്കുകയും ചെയ്തു എന്നതായിരുന്നു അതിലെ പ്രധാന ആരോപണം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പങ്കുവെക്കുന്നുവെന്ന് ആരോപിച്ച് ഈരാറ്റുപേട്ട സ്വദേശി നൽകിയ പരാതിയിൽ ഹൈക്കോടതി അദ്ദേഹത്തിന് നോട്ടീസും അയച്ചിരുന്നു. 2024 ഈ സംഭവം. മറ്റ് യുക്തിവാദികൾക്കിടയിൽ തന്നെ ആരിഫ് ഹുസൈനെതിരെ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാം മതത്തെ മാത്രം ലക്ഷ്യം വെച്ച് വിമർശിക്കുകയും സംഘപരിവാർ അഥവാ ഹിന്ദുത്വ അജണ്ടകൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്ന് ലിയാഖത്ത് അലി CM പോലുള്ള യുക്തിവാദികൾ തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങളെ അദ്ദേഹം നിഷേധിക്കാറാണ് പതിവ്. വിവിധ വാർത്താ ചാനലുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ പലപ്പോഴും വിവാദങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട്. ഹിജാബ് ധരിക്കുന്നത് സ്ത്രീവിരുദ്ധമാണെന്നും അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് നാണക്കേടാണെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. മദ്രസകളിൽ ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടെന്ന പരാമർശവും വലിയ വിവാദത്തിന് കാരണമായി. വിദ്യാലയങ്ങളിലെ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ യൂണിഫോം കർശനമാക്കണമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഇതും മുസ്ലിം സംഘടനകളുടെ കടുത്ത എതിർപ്പിന് കാരണമായി. ഇസ്ലാം ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരാണെന്നും വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചാനൽ ചർച്ചയിൽ ഉന്നയിച്ച വാദം തെറ്റാണെന്ന് കാണിച്ച് നിരവധി ഇസ്ലാമിക പണ്ഡിതർ രംഗത്തെത്തിയിരുന്നു.